ഹലോ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉള്ളതല്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉള്ളതല്ല. സുവിശേഷം പ്രസംഗിക്കണം, എനിക്ക് ദൈവവേല ചെയ്യണം എന്ന താല്പര്യമുള്ളവർക്ക് മാത്രം ഉള്ള വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ സുവിശേഷ വേല ചെയ്യാം, എങ്ങനെ സുവിശേഷ വേല ചെയ്യരുത് എന്നതാണ്. കേട്ടോ, ആദ്യത്തേത്, ചിലർക്ക് പ്രസംഗിക്കാനും പാട്ട് പാടാനും കഴിവില്ലായിരിക്കും. പക്ഷേ യേശുവിനെ പോലെ ജീവിക്കുവാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഞാൻ. ഒന്നാമത്തെ കാര്യമാണ്, നാം യേശുവിനെ പോലെ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കുറവുള്ളവർ തന്നെയാണ്, പക്ഷേ നാം യേശുവിനെ പോലെ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ കാണുന്ന ആൾക്കാർ ഉണ്ട്, നമ്മുടെ അയൽക്കാരുണ്ട്. അവർ പറയും, എടാ മനുഷ്യ, കണ്ട് പടി, കണ്ടില്ലേ അവൻ മദ്യപിക്കില്ല, നീയും അതുപോലെ മദ്യപിക്കാതെ ഇരുന്ന എൻ്റെ വീട് എത്ര സ്വസ്ഥത ഉണ്ടായിരിക്കും. അതുപോലെ ശരിയാണ്. ഒന്ന് ആലോചിച്ച്, അയാൾ മദ്യപാനം നിർത്തും. അയാൾ സ്വയം നമ്മളെ ഇൻസ്പയർ ചെയ്ത് മദ്യപാനം നിർത്തും, അല്ലേ? അതുപോലെ നാം വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്ത് നമ്മളെ ഇൻസ്പയർ ചെയ്ത് ജീവിക്കുവാൻ ഒരുപാട് പേര് കാണും നമ്മുടെ ഇടയിൽ തന്നെ. നാം ശ്രദ്ധിക്കില്ല. ഒന്നാമത്തെ വഴിയാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തത്, മാജിക് ഷോയിലൂടെ സുവിശേഷ വേല ചെയ്യാം. പപ്പറ്റ് ഷോയിലൂടെ സുവിശേഷ വേല ചെയ്യാം. ചിലർക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഷോർട്ട് ഫിലിമിലൂടെ സുവിശേഷ വേല ചെയ്യാം. കഥയൊക്കെ എഴുതി ഷോർട്ട് ഫിലിം ചെയ്ത് സുവിശേഷ വേല ചെയ്യാം. ചിലവർക്ക് പാട്ട് എഴുതാൻ കഴിവുണ്ടായിരിക്കും, പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കും, കഥ എഴുതാൻ കഴിവുണ്ടായിരിക്കും. ഇതൊക്കെ യേശുവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. സ്വന്തമായിട്ട് യേശുവിന് വേണ്ടി പാട്ട് എഴുതാം, യേശുവിന് വേണ്ടി കവിത എഴുതാം, യേശുവിന് വേണ്ടി കഥ എഴുതി അതൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്ന് മാനസാന്തരപ്പെടുന്ന ഒരുപാട് പേര് കാണും, അല്ലേ? നമ്മുടെ കഥകൾ യേശുവിന് വേണ്ടി എഴുതുമ്പോൾ അതിൽ നിന്ന് അത് കാരണം ഒരുപാട് പേര് മാനസാന്തരപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ പരസ്യ യോഗങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അത് കാരണം ഒരുപാട് പേർക്ക് മാനസാന്തരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് ചർച്ചിലേക്ക് വിളിക്കുന്നത് നല്ലതാണ്. അത് നിർബന്ധിച്ച് വിളിക്കരുത്. എടാ നീ ചർച്ചിൽ വാ, നാളെ നമുക്ക് പോവാം. അപ്പോൾ ഒരിക്കൽ വിളിച്ചതല്ലേ, പോവാണ് മടിച്ചു വരികയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് വിചാരിക്കും, നല്ല സമാധാനം ചർച്ചിലിരിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വന്ന് അവസാനം എന്താവും, ദൈവവുമായി ഒരു അടുപ്പം ഉണ്ടാവും, അല്ലേ? ചർച്ചിലോട്ട് വന്ന് നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല അയാളെ. രണ്ടാമതാണ്, ബൈബിൾ കൊടുത്തുകൊണ്ടുള്ള സുവിശേഷ വേല. ഫ്രീ ആയിട്ട് കൊടുക്കുമല്ലോ ചിലവരൊക്കെ, ഗൈഡൻസ്. അവരൊക്കെ ബൈബിൾ കൊടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തുള്ള സുവിശേഷ വേല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഇത് പറ്റുന്നത്. ഞാൻ 2 ഉദാഹരണം പറഞ്ഞു തരാം. ഒരു ഹിന്ദു യുവാവ് ബൈബിൾ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. ബൈബിൾ വായിക്കുന്നു, ഉറങ്ങുന്നു, സമാധാനമായിട്ട് ഉറങ്ങും. ബൈബിൾ വായിക്കുന്നു, ഉറങ്ങുന്നു, സമാധാനം. ഈ സമാധാനം ബൈബിൾ വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഹിന്ദു യുവാവിന് കിട്ടുന്നത്. അങ്ങനെ സമാധാനം കിട്ടി അവസാനം യേശുവായിട്ട് അടുക്കും. ശരിയല്ലേ? അത് രണ്ടാമത്തെ ഉദാഹരണം. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രോസ്റ്റിറ്റ്യൂട്ടായ വുമനെ ദൈവം പറയുന്നത്,
യേശു ക്രിസ്തു പറയുന്നത് ഒരു വാക്യമുണ്ട്, കല്ലെറിയാം, പക്ഷേ പാപം ചെയ്തവ ആരാണോ അവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ്, ആരും കല്ലെറിയുന്നില്ല, കാരണം നമ്മളെല്ലാവരും പാപികളാണ്. യേശു ക്രിസ്തു മണ്ണിൽ ഇങ്ങനെ എഴുതിയിട്ട് തിരിച്ചു ആരും നിന്നെ കല്ലെറിങ്ങിയില്ലേ, ഇല്ല ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സന്ദർഭം ഒക്കെ വരുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു എന്നെ വിധിക്കാത്ത ഒരു കർത്താവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കഴിയുന്ന ഒരു ആളുടെ കയ്യിൽ ബൈബിൾ കിട്ടിയ എൻ്റെയൊക്കെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. അയാൾ മാനസാന്തരപ്പെടാൻ സാധ്യതയാണ് അല്ലേ? അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ത്രൈറ്റ് കൊടുക്കാൻ ബൈബിൾ വചനം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ അത് ഈ ജയിലുകളിലൊക്കെ പ്രിസൺ അവിടെയൊക്കെ കൊടുത്താൽ ഒരുപാട് പേര് മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. ഈ അത്രയ്ക്കും ശക്തിയുണ്ട് നമ്മുടെ ദൈവവചനത്തിന്. ഇനി എങ്ങനെ ആവരുത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഒരു ഇവാഞ്ചലിസ്റ്റ് എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു മതത്തെയും കളിയാക്കുന്ന തരത്തിലോ ഒരു ജാതിയെയോ ഒരു കളിയാക്കരുത്. ഒരാളെയും കളിയാക്കുന്ന തരത്തിലോ ഒരു മതത്തെ കളിയാക്കുന്ന തരത്തിലോ ഒരാളുടെ ജാതിയെ കളിയാക്കുന്ന തരത്തിലോ പ്രസംഗിക്കുകയോ ചെയ്യരുത്. ഒന്നാമത്, റെസ്പെക്റ്റ് കൊടുക്കണം. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ബുദ്ധമതമായാലും ജൈന മതമായാലും റെസ്പെക്റ്റോടെ സംസാരിക്കാൻ പഠിക്കണം. ഓക്കെ, അവരുടെ മതത്തെയും അവരുടെ ജാതിയെയും അവരുടെ വ്യക്തിയെയും റെസ്പെക്റ്റോട് സംസാരിക്കാൻ പഠിക്കണം. ഓക്കെ, രാഷ്ട്രീയം പാടില്ല. ചില പ്രാസംഗികമായി UDF അനുകൂലികളായിരിക്കും, BJP അനുകൂലികളുണ്ടായിരിക്കും, LDF അനുകൂലികൾ. ആ രാഷ്ട്രീയം മനസ്സിലുണ്ടായാൽ മതി. മറ്റുള്ളവരുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ പാടേണ്ടതില്ല. നിങ്ങളുടെ പ്രസംഗം എന്നത് യേശു ക്രിസ്തുവിനെ കാണിക്കുക എന്നതാണ്. പാപികളെ സ്വർഗരാജ്യത്തിലേക്ക് കടപ്പാൻ സഹായിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അല്ലാതെ രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയം LDF ആണ്, എൻ്റെ രാഷ്ട്രീയം UDF ആണ്, എൻ്റെ രാഷ്ട്രീയം BJP ആണ്, അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ്റെ കാര്യമൊന്നുമില്ല. ഒരാളെയും കുറ്റപ്പെടുത്തരുത്. എന്തെങ്കിലും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു പാസ്റ്ററിന് മറ്റൊരു പാസ്റ്ററിനോട് വ്യത്യാസമുണ്ട്. പള്ളിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു മറ്റ് പാസ്റ്ററിനെ കുറിച്ച് കുറ്റം പറയാനുള്ള സമയമല്ല. അത് വിളിച്ച് സംസാരിച്ച് ക്ലോസ് ചെയ്യേണ്ട കാര്യമൊക്കെയാണ്. അല്ലാതെ പ്രസംഗിക്കുന്ന സമയത്ത് ദൈവവചനം പ്രസംഗിച്ചാൽ മാത്രം മതി. ആരെയും വിധിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, നമുക്കില്ല. അഞ്ചാമത്, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ബൈബിളെടുത്ത് ബൈബിളുള്ള സത്യം മാത്രം പറയുക, അല്ലാതെ വെള്ളം ചേർത്ത് പറയില്ല. പണത്തിന് വേണ്ടി പ്രസംഗിക്കരുത്. ഒരാത്മാവെങ്കിൽ ഒരാത്മാവ് രക്ഷപ്പെടുന്നത്. പണത്തിന് വേണ്ടി പ്രസംഗിക്കരുത്. 4 പേരുള്ളിടത്ത് പോവാണെന്ന് ദൈവം പറഞ്ഞാൽ അവിടെ പോവുക. അല്ലാതെ 4 പേരേ ഉള്ളൂ, 1000 പേരില്ലല്ലോ, പോയിട്ട് എന്ത് കാര്യമെന്ന് പറയുന്നു. ഈഗോ അടിക്കരുത്. അടുത്തതാണ്, അസൂയ പാടില്ല. 8 വർഷമായി ഞാൻ സുവിശേഷം പഠിച്ചത്. അങ്ങോട്ട് നോക്കടാ, ഞാനിവിടെ ഇരിക്കുന്നു, വിദേശ രാജ്യത്തൊന്നും പോയിട്ടില്ല സുവിശേഷം. അവൻ വിദേശ രാജ്യത്ത് പോയി, എങ്ങനെയെങ്കിലും തീർക്കണം, അവൻ്റെ സ്ഥാനത്തെത്തണം. ഇങ്ങനെ അസൂയപ്പെടത്തില്ല. നിൻ്റെ പ്ലാൻ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ സമയത്ത് ദൈവം നിന്നെ വിദേശത്തയക്കും. അതുവരെ നീ ഒന്ന്
ക്ഷമയോടെ ഇരിക്കാൻ പഠിക്കണം. ആരെയും അസൂയ മൂത്ത് ഇങ്ങനെ ഇരുന്ന അവനെ എങ്ങനെ തീർക്കണോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന നീ അങ്ങനെ ഇരിക്കുകയുള്ളൂ. നിൻ്റെ നിത്തിര നരകത്തിലായിരിക്കും. മനസ്സിലായ? മറിച്ച് നീ ഒന്ന് വെയിറ്റ് ചെയ്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട്. ആ ടൈമിൽ എല്ലാം ശരിയാക്കും ദൈവം. ധൈര്യമായി നീ നിൻ്റെ വിശുദ്ധി കാത്തി സൂക്ഷിച്ചാൽ മാത്രം മതി. ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രമാണ്. ഈ ലോകത്ത് പാപത്തിൽ വീഴാൻ ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിലൊന്നും പോവാതെ പോയാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുത്ത് അടുത്തോണ്ടിരിക്കാനാണ് നീ നോക്കേണ്ടത്. അല്ലാതെ അസൂയപ്പെട്ട് മറ്റവൻ എന്ത് ചെയ്തു ഇങ്ങനെ എന്ത് ചെയ്തെന്ന് ആലോചിച്ചിരിക്കേണ്ട സമയമല്ല മോനെ. മനസ്സിലായോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സുവിശേഷകനാവാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഒന്നുകൂടെ പറയുക, ഈ വീഡിയോ എല്ലാവർക്കും ഉള്ളതല്ല. സുവിശേഷകനാവാൻ താല്പര്യമുള്ളവർക്ക് മാത്രമുള്ളതാണ്.